നമ്മുടെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ വണ്ടർ വുമണിലും അങ്ങനത്തെയൊക്കെ ട്രാൻസ്ഫോമേഴ്സിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർ. അപ്പം സോ ഇറ്റ് വാസ് ക്വയറ്റ് ഈസി ഫോർ യെസ്. അങ്ങനെയുള്ള ഒരു ഇപ്പം നമ്മുടെ ഇതിനകത്തുണ്ടായിരുന്ന സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞപ്പം ടീം VFX ഉണ്ട്, ഇൻസ്പയർ, പിന്നെ റെഡ് ഷിഫ്റ്റ്, പിന്നെ കുക്കി എഫക്ട്സ്, അങ്ങനെ 4 പിന്നെ പിക്ടോറിയൽ, അവസാനം പിക്ടോറിയൽ. അപ്പോൾ ഇത്രയും പേരും പിന്നെ നമ്മളും കൂടെ ആയിരുന്നു. പിന്നെ കുറച്ച് ഫ്രീലാൻസ് ആർട്ടിസ്റ്റുകളുണ്ട്, അവരൊക്കെ ഇപ്പോഴും പലയിടത്തും വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുടെ പേര് പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ടീം വർക്കായിരുന്നു ഇതിനകത്ത്. സത്യം പറഞ്ഞതും ഇത് ഉണ്ടായതും സംഭവിച്ചതും വളർന്നതും ഒക്കെ മലയാളികളിലൂടെ തന്നെയാണ്. ഇത് മലയാളികളുടെ സിനിമ തന്നെയാണെന്ന് 100% പറയാൻ പറ്റുന്ന ബാക്ക് ടീം അങ്ങനത്തെയായിരുന്നു. ഇവരെല്ലാം പുറത്ത് വർക്ക് ചെയ്തതാണ്. പക്ഷെ അവർ പുറത്ത് പോകാനുള്ള കാരണം മലയാളം ഇൻഡസ്ട്രി ഇതുപോലുള്ള ലോകകൾ സംഭവിക്കാത്തത് കൊണ്ട് പുറത്ത് പോകേണ്ടി വന്നവരാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇതൊരു ഹോപ്പാണ്. ഇത്തരം സിനിമകൾ ഇനി ഉണ്ടായാൽ ഈ ആർട്ടിസ്റ്റുകൾക്ക് പലർക്കും ഇവിടെ നിന്ന് വർക്കും ചെയ്യാം, ഞാനാണെന്ന് പറയുകയും ചെയ്യാം, ഫാമിലിയോടെ പോയി സിനിമ കാണാനും പറ്റും. തിയേറ്ററിൻ്റെ വൈബ് അവർക്ക് കിട്ടുമ്പോൾ ഒരു ആർട്ടിസ്റ്റിക് സാറ്റിസ്ഫാക്ഷൻ, അതെല്ലാം അവർക്ക് ഏൺ ചെയ്യുന്ന രീതിയിലേക്ക് ഇത് പോകുമെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി. ഇത് ഭയങ്കര ഒരു സക്സസ്. ഇതിൻ്റെ സക്സസ് ഇങ്ങനെ കുറേ ബൈ പ്രോഡക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നു.